ഗൈസ് വെയിലും മഴയും കുറുക്കൻ്റെ കോയിന്റെ കല്യാണം ഗൈസ്. അപ്പം ഇന്ന് ഞാൻ ഇവിടുന്ന് എറണാകുളത്തേക്ക് പോകുന്നതാണ്. അപ്പോൾ അതിനു മുമ്പേ ഒരു വ്ളോഗ് എടുക്കാൻ വിചാരിച്ചു. നാട്ടിൽ നടക്കണേ വീട്ടുകാരെ കാണിക്കണമെന്നുണ്ട്. ഇതിനു മുമ്പ് കാണിച്ച വീഡിയോയിൽ അമ്മ വീഡിയോ കാണുമ്പോൾ തന്നെ ഓടിപ്പോവാണ്. പക്ഷെ അവരെ നമ്മൾ എന്തായാലും വീഡിയോയിൽ കൊണ്ടുവരുന്നതാണ്. അപ്പം ഇന്നത്തെ പ്ലാൻ എന്ന് പറഞ്ഞാൽ ഫുഡ് കഴിച്ചു, ഇനിയിപ്പം ഒന്ന് കുളത്ത് പോയി ചാടണം. അപ്പം ഞാൻ എൻ്റെ ചെക്കനും കൊണ്ടാണ് പോകുന്നത്. ബാക്കി വിശേഷങ്ങൾ അവിടെ എത്തിയിട്ട് കാണാം. ബാ. നാട്ടിലെ എല്ലാ തോന്നിവാസത്തിനും കൂട്ടു നിൽക്കുന്ന ഒരാളുണ്ടാവില്ലേ, ആ നാറിയാണ് ഈ നാറി. ഇന്ന് പണിയിൽ ഗൈസ്, ഇന്ന് ബന്ധാണ്. അതുകൊണ്ട് അപ്പൊ ഞങ്ങള് സ്കൂളിൽ പോയതിന്റെ ശേഷം ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സാധനം. അതെ, കുറെ കളിയില് ബന്ധം കിട്ടിയിട്ട്. അപ്പൊ ഇന്ന് ബന്ധാണ്. സത്യം പറഞ്ഞാൽ എനിക്കിന്ന് കൊച്ചി പോകാനുള്ളതാണ് ഗൈസ്. പണിപാളി, വണ്ടി പഞ്ചറായി. പഞ്ചറാവില്ല, കുറച്ച് ഞാൻ കുറെ കാറ്റടിച്ചു. ചിലപ്പോ അതോ ഒറ്റയ്ക്ക് പോകുമ്പോ വലിയ പ്രശ്നമില്ലല്ലോ. ഒറ്റയ്ക്ക് പോകുമ്പോ കുഴപ്പമില്ല. അപ്പൊ ഞാൻ ഒറ്റയ്ക്ക് കുളത്ത് പോയി വരാം. ഇവരൊന്നും ഞാൻ കൂട്ടല്ല. അപ്പം കാറ്റിൽ പമ്പുണ്ടോടെ, മറ്റേ പമ്പ് ഇല്ലല്ലോ, അത് വെച്ച് കാറ്റടിച്ച് നോക്കാം. അപ്പൊ ഞങ്ങള് വണ്ടി ഒന്ന് കാറ്റടിച്ചാട്ടെ. ഫാമിലി മാൻ കല്യാണം കഴിക്കി എല്ലാരും അരിഞ്ഞു, എല്ലാരും നന്നാക്കൂ. നീയും കുറിച്ച് വെച്ചോ. എന്നല്ലേ ഞങ്ങളെന്താ വർത്താനം പറയണ നോക്കാൻ വന്നാ ഇവിടെ എന്തോ തൊഴിലുറപ്പില്ലാത്തോണ്ട് വർത്താനം പറയാനില്ലാത്തോണ്ട് ഞാൻ അന്ന് ഒന്നര ലക്ഷം പോയില്ല. മതിയോടെ അഞ്ഞ് ടയർ കൂട്ടിയാലോ. ഇതാണ് ഞങ്ങളുടെ നാട്ടിലെ കുളം, പഞ്ചായത്ത് കുളം. ഞാൻ പറഞ്ഞില്ലേ, മടത്തുംകുളം. ആ കുളമാണത്. പക്ഷെ നല്ല വെള്ളം ഉണ്ടാവില്ല. ഇവരെല്ലാവരും കുളിച്ച് ഫുൾ അടി മൊത്തം കലക്കിയതാണ്. എന്താ തുറപ്പം ഞങ്ങൾ ഇവരൊക്കെ അച്ഛനാവും പ്രായമുള്ള ഒരുത്തരാണ് അവിടെ ഇരിക്കണത്. നാണുണ്ടോ നാറി ഗൈസ്. അപ്പൊ ഞങ്ങള് മടത്തുംകുളത്തൊന്ന് പോകുന്നു. അവിടെ നിറച്ച ആൾക്കാരായോണ്ട്. അപ്പം ഇനി ഞങ്ങൾ പോകുന്നത് ചോലയ്ക്കാണ്. ഇവിടെയും ഫുള്ള് ആൾക്കാരാട്ടോ ഗായ്സ്. ഇതാട്ടോ ചോല. ഇവിടുന്ന് വേണം ഞങ്ങക്ക് അവിടേക്ക് മുകളിൽ കയറാൻ പോകും. അവിടെ കുറെ പെൺകുട്ടികളൊക്കെ ഉള്ളതുകൊണ്ട് വീഡിയോ എടുക്കാൻ ബുദ്ധിമുട്ടോ. അപ്പൊ ഞങ്ങള് അത് അവിടേക്ക് പോകട്ടോ ഗായ്സ്. വൈബ് സ്ഥലം കേട്ടോ, വൈബ് സ്ഥലമാണ്. വൈബ് സ്ഥലം ആ ടൈമില്ലേ. അപ്പൊ കൊറേ കാലായി. നീ എപ്പോഴാ വന്നേ? എടാ നീ സോപ്പ് പിടിച്ചേ. ആ അപ്പം ഇതാണ് ഞങ്ങളുടെ ചോല കേട്ടോ. ഒരു ലോഡ് കുട്ടികൾ വരുന്നുണ്ട്. ഇതും അത്യാവശ്യം കലങ്ങിണ്ട്. പക്ഷെ നല്ല ഒഴുക്കുള്ള വെള്ളം കേട്ടോ. കാരണം അവിടെയൊക്കെ കുളിക്കുന്ന ടീംസ് ഉണ്ട്. അവിടെ അതിന് മുകളിൽ പിന്നെ ഇവന്മാരുണ്ട്, പിന്നെ താഴത്ത് കുറച്ച് പിള്ളേരുണ്ട്. അപ്പം ഞങ്ങൾ ഇവിടുന്ന് കുളിക്കാന്ന് വിചാരിച്ചു. ചെക്കന്മാരൊക്കെ അല്ലേ അണ്ണിയുടെ ഒരു വേഷത്തിലാണ്. അപ്പൊ എറിഞ്ഞു പൊട്ടിക്കും നമ്മളെ പോകാൻ. നല്ല വയസ്സുള്ള ആൾക്കാർ എറിന്റെ കൂടെ ഉണ്ട് പറഞ്ഞേ. എടാ ബണ്ടടക്കി എടാ ബണ്ട് തുറന്നിടേ നീ തുറന്നിട്. ഇപ്പൊ മനസ്സിലായില്ലേ? ഡാമിന്റെ ചെറിയൊരു ഡെമോ നമ്മൾ കാണിച്ചു. ഡാമിന് ശക്തടിക്കുമ്പോ വെള്ളം കുറയും. കൈക്കോട്ടന്റെ പൂള്. ബേസിക്കലി ഇത് നീല കളർ വെള്ളമാണ്. ഇന്ന് ഭാരത ബന്ധായതുകൊണ്ട് എല്ലാരും കുളിക്കാണ്ട്. മേലെ എല്ലാരും കുളിച്ച് ചളി കുത്തി ഇളക്കിയതാ. പക്ഷെ നല്ലതാ, നല്ല ഒഴുക്കുള്ള വെള്ളം, അത് കുഴപ്പമില്ല. ഞങ്ങള് ബേസിക്കലി വീട്ടിൽ പോയി വേറെ കുളം കൂടി അവിടെ കൂടി നമുക്കൊരു മാഷപ്പ് പാടാം. ബാബുട്ടിയൊരു മാഷപ്പ് പാടുന്നല്ലോ. ചോലക്ക് സംബന്ധമായിട്ടുള്ള ബാബുട്ടി പാടും. ബാബുട്ടിയെ ചോല സംബന്ധമായിട്ടുള്ള പാട്ട് ഈ നായ ഏഴുമലപ്പൂഞ്ചല പാടാൻ പോവാ. അതിലെവിടെയാണ് ചോല? ചോലയാണ്. കാനനച്ചാലയാവും. നിന്റെ കൂടെ നമ്മൾ മറന്നൊന്നും ചെയ്തു കൂടാ.
കോപ്പിറൈറ്റ് വെച്ച് കൈ തരാമോ? ഇയാളൊരു തച്ചൻ മാത്രമല്ല. ദേവി കണ്ടോ കണ്ടോ, നാട്ടിലൊരു പെണ്ണുങ്ങളെ വെറുതെ ഇവിടെ എത്ര ആളോ. ഏത് പെണ്ണുങ്ങളെ ഡീറ്റെയിൽസ് കറക്റ്റ് ആയിട്ട് കണ്ടുപിടിച്ച് തരുമോ? പഴയ കോഴി ദിവസം മറന്നിട്ട് ചോലെ തിരുമ്പ വന്നേമോ അമ്മായി നോക്കി ചോലെ തിരുമ്പ വന്ന ടീംസാ. അപ്പൊ തുടങ്ങി കിരിച്ചേ കിരിച്ചേ അപവാദം അപവാദം അപവാദം. ഇതിലെങ്കിലും നാട്ടില് കാണാൻ കൊള്ളാവുന്നല്ലെങ്കിലും അത്യാവശ്യം വലിയ വലിയ നാളെ പറ്റി അപവാദം വിളിച്ച് മെയിൻ പണി. പ്രത്യേകിച്ച് ആ കിടക്കണ കടലിന്റെ വരെ കിടക്കണ അത്യാവശ്യം നെല്ലും വലിയോ. ഗായ്സ് പൊളി വൈബ്, ഗായ്സ് പൊളി വൈബ്. ഇവിടെ ഒരു ബക്കറ്റ് ആയിട്ട് വരണേ, ആഴം കുറവ്, ആഴം കുറച്ചുകൂടി താഴത്തുള്ളത്. അവിടെ പെൺകുട്ടികളൊക്കെ ഉണ്ട്, നമുക്ക് വീഡിയോ ആയിട്ട് പോകാൻ പറ്റില്ല. ഞങ്ങൾ വീഡിയോ എടുക്കാൻ പറ്റിയ ഒരു പെർഫെക്റ്റ് സ്പോട്ടിൽ ഞങ്ങൾ എത്തിയല്ലേ കൊച്ചേട്ടാ? ഞങ്ങളുടെ നാട്ടിലെ നല്ല ചോലുള്ള സ്ഥലം വേറെ എവിടെ ഉണ്ടാവും. ഞങ്ങളുടെ സ്വന്തം നാടിന് തന്നെ അഭിമാനം. ഏത് ചെറിയ കുട്ടികൾക്ക് ഏത് വയസ്സായവർക്കും നീച്ച് നടക്കാൻ കഴിയാത്തവരെ കൊണ്ടുപോയിട്ടാലും അത്രയ്ക്ക് വേണോ ഈ നാറികള്? കണ്ടോ പെണ്ണുങ്ങളെ കണ്ടപ്പോ നോക്കിയാ കണ്ടില്ലേ കോഴി കോഴി ചാടാനോ തല. ഇതാണ് സമയത്തിനൊക്കെ പെണ്ണിടണത്. ഞങ്ങക്ക് പെണ്ണില്ല, ഞങ്ങക്ക് പെണ്ണുണ്ടോ? അല്ലെങ്കിൽ ഇതുവഴി നമുക്ക് അപ്പൊ മൂപ്പര് കമ്മിറ്റഡ് ആണ്, ഇവനും കമ്മിറ്റഡ് ആണ്. ഓന്റെ കല്യാണം കഴിഞ്ഞ് ഓൻ സിംഗിൾ ആണ്, ഞാനും സിംഗിൾ ആണ്. ആർക്ക്? അരുണ്. ഗൈസ് ഇപ്പൊ മനസ്സിലായില്ലേ എന്തുകൊണ്ടാണ് അങ്ങോട്ട് വരെ എത്ര മനസ്സിലെ കല്യാണം കഴിഞ്ഞിട്ടുള്ളൂ കേട്ടോ. ഇതോട് കാണണ്ടോ? ഇനിയും കെട്ടാൻ പൂരി ഉണ്ടാ? ഓന് ഇനിയും കല്യാണം കഴിക്കാൻ പൂരി ഉണ്ടല്ലോ. സൗന്ദര്യത്തിന്റെ രഹസ്യം ലൈഫ് ഓയിലിട്ട നമ്പർ 1 ആദ്യമായിട്ട് കുളിക്കണ പൈസ ഒന്നില്ല ഒരു പാക്ക് ലൈഫ് ഓയിൽ. അടുത്ത കുളിക്കാൻ പോകുമ്പോൾ അതിന് ലൈഫ് ഓയിൽ പ്രത്യേകം എന്താ പറയുക, കാട്ടിലും ഏത് വെള്ളത്തിലും കുളിക്കാം. ഇത് കഴിഞ്ഞ പരക്കം തരാം. ഞങ്ങളെന്നെ അഭിനയിക്കും വിത്ത് കുളി. ആൾക്കാർ ചെയ്യുന്ന മടിക്കുന്ന സാധനം ഞങ്ങൾ വെച്ച് ചെയ്യും. ചോലയിലൊരു കുളി. അത്യാവശ്യം നല്ല മഴ കഴിഞ്ഞിട്ടോ ഈ വീഡിയോയിൽ കാണാൻ ചോലയിലൊരു കുളി. ചോലയൊരു കുളി കണ്ടാൽ നിങ്ങൾ ഞെട്ടും കണ്ടാൽ നിങ്ങൾ ഞെട്ടും. പോട്ടെ ഒഴുകി പോട്ടെ. കൊച്ചേട്ടാ അവിടെ നിന്ന് പരിപാടി? കൊച്ചേട്ടാ എന്താണ്? വാട്ട് ഈസ് ദിസ് പ്ലേസ്? അടുത്ത നമ്മളെ പ്രോഗ്രാം ആയിട്ട് നാട്ടുകാരെ കുറിച്ച് കുറ്റം പറയാം. അപ്പം ചോലത്തെ കുളി കഴിഞ്ഞു. ഇനി ഞങ്ങള് ഹൈജീൻ കുളി അടുത്ത കുളത്ത് പോകും. അവിടെ ഫുൾ ചളിവെള്ളമായിരുന്നു തൊട്ട മുകളിൽ. സ്തംഭിപ്പിക്കും. ഇന്ന് ഫുള്ള് വണ്ടി കംപ്ലൈന്റ് ആണല്ലോ. ഈ വണ്ടി സ്റ്റാർട്ട് ആവില്ല. നേരത്തെ രാവിലെ എന്റെ വണ്ടിന്റെ കാറ്റില്ലായിരുന്നു. മെക്കാനിക്ക് ഞങ്ങളുടെ നാട്ടിലെ രണ്ട് സ്റ്റാർട്ട് ആവില്ല ലാസ്റ്റ്.
വളവുണ്ട്. വടവോ വടവുണ്ടാവും. മൾട്ടിപ്ലയറുണ്ടോ? കിട്ടിയോ? എന്തോ മറ്റേ മെല്ലെ ഇതിട്ടുള്ളതാ. ഇന്ന് മിക്കവാറും എടുക്കും. ആ ചാവിയെ മാറി തോന്നുന്നു. ഇതെന്റെ വണ്ടിയല്ലോ. മെക്കാനിക്ക് ഗൈസ്, വെയിലും മഴയും. കുറുക്കന്റെയും കോഴിന്റെയും കല്യാണം. കുറുക്കന്റെയും കോഴിന്റെയും കല്യാണം അത് സംഭവിക്കാൻ പോവാണ് ഗൈസ്. വെഡിങ് ഓഫ് നാട്ടിലെ തെക്കന്മാർക്ക് ആരും കല്യാണം കഴിക്കാൻ പറ്റില്ല. കുറുക്കനും കോഴികളും കല്യാണം കഴിക്കണ്ടല്ലോ. വെഡിങ് ഓഫ് ചിക്കൻ ആൻഡ് ഫോക്സ്. ഗൈസ്, ഞങ്ങൾ ഇവിടുന്ന് പോവാണ്. ഈ കുളത്തിൽ നിറച്ചു ആൾക്കാർ, ഫുൾ കലങ്ങി ഉണ്ടോ. അപ്പൊ ഞങ്ങളെ നാട്ടിലെ കുളത്തെത്തി. ഞാൻ പറഞ്ഞിട്ടല്ലോ, മടത്തും കുളം. ഇതാണ് ഞാൻ അന്ന് പറഞ്ഞ പഞ്ചായത്ത് കുളം, മടത്തും കുളം. ഇവിടെ ചെങ്ങന്മാരൊക്കെ ഇറങ്ങിയിട്ടുണ്ട്, കാണിച്ചുതരാം. ഇതാണ് ടീംസ് മൊത്തം ഇവിടെ ഉണ്ട്, കണ്ടില്ലേ. അപ്പം ഇനി കുളിക്കാം. കണ്ടത് പിടിച്ചു തരാം. ഞാനൊരു സാധനം കാണിച്ചേ. ഞങ്ങളുടെ നാട്ടിലെ അതല്ല, ഞങ്ങളുടെ നാട്ടിലെ തെങ്ങ് ഇതല്ല, ഈ തെങ്ങല്ല, ആ തെങ്ങ് അല്ലേ, ഒരു വളഞ്ഞൊടിഞ്ഞില്ലേ, സ്പ്രിങ് പോലെയാണ് തെങ്ങ് പോണത്. വെയില് കൊള്ളാൻ വേണ്ടി സ്പ്രിങ് പോലെ പോണ തെങ്ങ് ഉണ്ടോ. ഇതാണ് ഞങ്ങളുടെ നാട്ടിലെ കുളം. അത്യാവശ്യം നല്ല നീല വെള്ളം കേട്ടോ. ഇതിൽ മനസ്സിലാവില്ല. ഹോം പോണ്ട് ഹോം കുളം. സോറി, ഇവിടെ അണ്ടർ വാട്ടർ ഷൂട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, ഇന്നാള് വീണതിന് ശേഷം ക്യാമറ ചെറിയതായിട്ടൊന്ന് സ്ക്രാച്ച് ഉണ്ട് ക്യാമറേന്റെ മുകളിൽ. അപ്പൊ എനിക്ക് ഇറക്കാനൊരു പേടി. പക്ഷെ ആപ്പിൾ കെയർ ഉണ്ട്. അപ്പം അത് നന്നാക്കാം. പക്ഷെ ഇപ്പൊ കൊടുക്കുന്നില്ല, കുറച്ചായിട്ട് കൊടുക്കണുള്ളൂ. പക്ഷെ കിട്ടാനൊക്കെ ടൈം ലേറ്റ് ആവും. വീഡിയോസ് ഒന്നും ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. ആ എപ്പിസോഡ് ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. വണക്കം. യെസ്, വണക്കം. അപ്പൊ ഞങ്ങൾ രണ്ടാമത്തെ കുളത്തിലാട്ടോ. ഇവിടെ നല്ല വെള്ളം. നേരത്തെ ചോല, സോറി, ഇത് കോമ്പൗണ്ട്, നേരത്തെ റിവർ, വെള്ളച്ചാട്ടം, വെള്ളച്ചാട്ടം, വാട്ടർഫാൾസ്. അതെ, ഇതാണ് കുളം. നൈസ്. എന്താ പറയാ, ചോലക്ക് എന്താ പറയാ ഇംഗ്ലീഷിലല്ലേ. അപ്പൊ ഞങ്ങള് ഫോൺ അവിടെ കൊണ്ടുവച്ചേ. വഴി തടസ്സപ്പെടുത്തുന്നോടാ. റെഡി റെഡി. ഹോം ടൗൺ. എടാ ഓൻ ചെയ്യ്, കണ്ണവനും ചെയ്. കുഴപ്പമില്ല, ഓന്റെ ആഗ്രഹടാ, കുഞ്ഞു മക്കളുടെ ആഗ്രഹം സഹായിച്ചു കൊടുക്കണ. റെഡി. എവിടെ പുറടിച്ചില്ലേ? വീഡിയോ ഉണ്ടോ? മിണ്ടാ നിക്ക. നല്ല ഒച്ചോടെ കിട്ടിണ്ട്. ഇതാരാ? ഇവനൊരു നീന്തൽ വിദഗ്ധൻ തന്നെ. ആ നീന്തൽ കണ്ടാൽ ഒരു പ്രൊഫഷണൽ ടച്ച്. അപ്പൊ വീഡിയോ ഞങ്ങള് കട്ട് ചെയ്യല്ലേ? ഓക്കെ ഗൈസ്, അപ്പൊ ഞങ്ങൾ കുളിച്ചിട്ട് വരാം. ഇതെന്താ അറിയോ, പണ്ടുണ്ടാക്കിയ കുളല്ലടാ. അടിയിൽ മൊത്തം കല്ല് കൊറിയല്ലേ? ആ, ആണോ? അപ്പൊ അടിയിൽ മൊത്തം കല്ല് പൊന്തി നിൽക്കുന്നുണ്ട്. ഈ സിമെന്റ് ഒക്കെ തേച്ചൊക്കെ ഇളകി കല്ലായിട്ട് നിൽക്കണ്ട്. കുറെ മുമ്പേ ഞങ്ങൾ ചെറുപ്പത്തിൽ ഉണ്ടാകുമ്പോ പണിതത് സ്റ്റോൺ കൊണ്ട് ഉണ്ടാക്കിയതാണ്. അപ്പൊ ഇതേപോലത്തെ സിമെന്റ് ബ്രിക്സ് കോൺക്രീറ്റ് ഉണ്ടാക്കിയതാണ്. അപ്പൊ
ഇതിവിടെ മൊത്തം ഷാർപ്പ് അടിച്ചിട്ടാ ഹോം പോണ്ട് ഇവിടെ മൊത്തം ഷാർപ്പ് അടിച്ചാ മൊത്തം. അപ്പം ഇവിടെ കുറെ സ്ഥലത്ത് കല്ല് ഇളകി പോയിട്ടുണ്ട്. അപ്പം ആ കല്ല് കൊണ്ടതാണ് വേണ്ടി ഫോട്ടോക്ക് നിൽക്കാനാ പറഞ്ഞത്. വെള്ളം കുടിച്ചിരിക്കാം ഞാൻ വീഡിയോ ഒക്കെ ചെയ്തിട്ട് ഈ ഫോട്ടോക്ക് നമുക്ക് തോന്നില്ല. ഞങ്ങൾ ഒറ്റ മാത്രം മതി. ഹലോ ഗായ്സ് കല്ലറ ഇവ ചെരുപ്പിടന്റെ അഹങ്കാര അത്രയുള്ളൂ ഗൈസ്. കാലുമ്മക്കാമണ കുട്ടിവാ നന്ദിങ്ങനെ മുക്കട്ടോ. അതിന്റെ ഇടയിൽ ഒരു ഗ്യാപ്പ് പൊങ്ങി എന്തിനു അപ്പൊ എന്നോട് മുഖം നോക്കിയാൽ കൊറേ മുക്കിയനെ കണ്ണൊക്കെ ഉരുന്നിട്ടാ ശവാസന എടുത്തോടെ ഇവന്റെ ഇതാണ് ഇവിടെ ക്യാമറ നടക്കുന്നത്. ഫുൾ ടൂ റെഡി വരും. ഡീപ് സൗണ്ട് ഫുൾ റെഡി വരും.